അതേട്ടേ വണ്ടി ഇടിക്കുള്ളൂ, അല്ലാതെ അപ്പുറത്തുള്ള ആളെ എത്തി നോക്കരുത്. ഇവിടെ തട്ടാതെ കൊണ്ടുപോകുന്നതിനെ പറ്റിയേ മാം ആലോചിക്കാവുള്ളൂ. ഇവിടെ തട്ടുമെന്ന് തോന്നിയാൽ കൂടുതൽ ബെൻഡ് കൊടുക്കണം, തട്ടില്ലാന്ന് തോന്നിയാൽ ആ ഉള്ള ബെൻഡിൽ തിരിഞ്ഞു വിട്ടേക്കണം വണ്ടിയെ. എത്തി നോക്കല്ലേ മാം, ഒരിക്കലും നമ്മുടെ സൈഡ് തെളിഞ്ഞ് കാണാം. നമ്മൾ മുന്നോട്ട് ചെല്ലും തോറും അത് തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. പിന്നെ എത്തി നോക്കുന്ന എന്തിനാ? വേഗത ഒന്ന് കൺട്രോൾ ചെയ്യും. എന്നിട്ട് നമ്മുടെ സൈഡ് തന്നെ കീപ്പ് ചെയ്ത് ചെല്ലും. എന്തിനാ മറുവശം നോക്കുന്ന എന്തിനാ? മാമിന്റെ സൈഡ് നോക്കിയപ്പോ വന്നിട്ടില്ല. അങ്ങനെ നേരെ ആക്കി എടുക്ക്. സ്പീഡ് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യും. അത്രേ ഉള്ളൂ. ഓട്ടെ, വീഡിയോ കോളിൽ കൂടെ പറഞ്ഞാൽ മതിയായിരുന്നല്ലേ. മറുവശത്തേക്ക് നോക്കരുത്, ഇങ്ങനെ ഈ ഫ്രണ്ടാണ് ലക്ഷ്യം വെക്കേണ്ടത്. സാറ് ഓടിക്കുന്ന പോലെ ഒന്നും സ്പീഡിലൊന്നും മാമിന് പോകാൻ പറ്റില്ല. മകൻ പോകുന്ന പോലെ മാമിന് പോകാൻ പറ്റില്ല. കുറെ നാള് മാം ഇങ്ങനെ നിരങ്ങി പോകാനേ പറ്റുള്ളൂ. വേഗത കുറച്ച് മാം ഡെയിലി എടുത്ത് കൈകാര്യം ചെയ്യണം. ചെയ്യുക. അതെവിടാ? നമ്മളിപ്പോ പോയ വഴിയിലാണോ? അല്ല, അത് പറക്കോടാണ്. പറക്കോട് കഴിഞ്ഞ് അടുത്തോട്ട് പോകുന്ന റൂട്ടിലാണ്. ഇപ്പോഴും കണ്ട മറവ് വരുമ്പോ മാം അപ്പുറത്തേക്ക് പോയി എത്തി നോക്കുന്ന കണ്ട. അത് ചെയ്യരുത്. ഓടി ചെല്ലും തോറും ഇവിടെ തെളിഞ്ഞ് വരുന്ന കണ്ട മാം. ഇത് മാത്രം എയിം ചെയ്യാവുള്ളൂ. അങ്ങോട്ട് കൊണ്ടിയല്ല നോക്കരുത്. അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ പറയല്ല, 2 വീലർ പോലെ അല്ല, വണ്ടിക്ക് വീതിയുണ്ട്. മറ്റൊരാൾ വന്നാൽ ഒഴിഞ്ഞു മാറാൻ പറ്റാതാകും. നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെ ആണെങ്കിൽ അയാള് ആ സൈഡ് നോക്കി പോയിക്കോളും. പോട്ടെ. നന്നായിട്ട് ഓടിക്കുന്നുണ്ടാണ് ശമ്പു ഒന്നും മിണ്ടാത്തത്. ടാസ്ക് വല്ലതും കൊടുക്കണോ ശമ്പു? മറ്റേ ആ ബാറ്ററി വണ്ടി പറഞ്ഞ മലയുടെ മേളിൽ കയറ്റിയില്ലേ, അതേപോലെ ഒരു ടാസ്ക് കൊടുത്തല്ലോ. ഞങ്ങളെ വണ്ടിയുടെ പുറകിൽ വരട്ടെ ഇതിന്റെ കൂടെ. ഇങ്ങനെ പോയാ മതി. ഇതാ അത് നടക്കത്തില്ല കേട്ടാ. ഇപ്പൊ കണ്ട കാഴ്ചയുള്ളൂ. എത്തി നോക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ സൈഡ് എവിടെയാന്ന് നമുക്കറിയാം. അവിടെ എന്തൊക്കെ ഇടിക്കാനുണ്ടെന്ന് മാമിന് അറിയാം. എന്ത് സാധനം വന്നാലും മാമിന്റെ മുന്നിൽ തെളിഞ്ഞിട്ടേ വരുള്ളൂ. മാമിനെ ഒരിക്കലും റൈറ്റ് സൈഡിൽ നിന്ന് ഒരാൾ വന്ന് ഇടിക്കത്തില്ല, പുറകിൽ നിന്ന് വന്ന ഒരാൾ ഇടിക്കത്തില്ല. മാം ചെന്ന് ഇടിക്കുമെങ്കിൽ ചെന്ന് പോയാലേ ഉള്ളു അങ്ങോട്ട് റൈറ്റിലോട്ട്, അല്ലാതെ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരില്ല. തട്ട് കിട്ടുന്ന എപ്പോഴും നമുക്ക് ലെഫ്റ്റിൽ നിന്ന് തട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ റൈറ്റ് നോക്കരുത്. ആദ്യം കേറുന്ന നമ്മളാ. നമ്മൾ പോകുന്നവരെ അയാൾ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അയാൾ വേഗത കുറയ്ക്കും. മാം അയാളെ നോക്കി പേടിക്കരുത്. പ്രിഫറൻസ് എന്ന് പറയും. ആരാണോ ആദ്യം വരുന്നത് അയാൾക്ക് വേണ്ടി മറ്റേ ആള് വിട്ടുവീഴ്ച ചെയ്ത് തന്നേ പറ്റുള്ളൂ. ഇത്രയ്ക്ക് ഏറ്റവും പണിയാവുമോ? നമുക്ക് നടക്കാൻ തിരിച്ചു കണ്ട. ഇല്ലാത്ത സ്ഥലം കൊടുക്കാൻ ശ്രമിക്കുന്ന കണ്ട. അപ്പോഴും ആരാ കുഴിക്കാത്ത വീണത്? കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ വേഗത കുറച്ച് കൊടുക്കാൻ മാത്രം ചെയ്തിരുന്നെങ്കില. ഹോണടി ആയിട്ട് പേടിക്കൊന്നും ചെയ്യരുത്. അതൊന്നുമില്ല. വേഗത കുറച്ചു കൊടുത്ത് അയാൾ കയറി പോയിക്കോളും. വേഗത കുറച്ചു കൊടുക്കും. പിന്നെ അങ്ങോട്ട് തിരിക്കരുത് അയാളുടെ സൈഡിലേക്ക്. ജസ്റ്റ് ഒന്ന് വേഗത കുറച്ച് കൊടുത്താൽ മതി. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേഗത കുറയ്ക്കുന്ന കൂട്ടത്തിൽ അയാളുടെ സ്ഥലത്തേക്ക് തിരിക്കുകയും ചെയ്തു. അയാൾക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഇതെടുത്ത് കൈകാര്യം ചെയ്യണം കേട്ടോ. ഒരു ദിവസം പോലും ഓടിക്കാതിരിക്കരുത്. എപ്പം നമുക്ക് ഓക്കെ ആയെന്ന് തോന്നുന്നു അപ്പോഴേ ആവശ്യത്തിന് മാത്രം എടുക്കാൻ നോക്കാവുള്ളൂ. അതുവരെ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും ഇത് ഓടിച്ചോണം.
മറുവശം നോക്കരുത്. ദേ നമ്മുടെ സൈഡ് നമുക്ക് തെളിഞ്ഞു കാണാം. അവിടെ എന്തൊക്കെ ഇടിക്കാനുണ്ടെന്നും മാമിന് അറിയാം. ആ സ്ഥലം ഫില്ല് ചെയ്ത് തിരിഞ്ഞു പോയാൽ മതി, അല്ലാതെ അപ്പുറം കാണാൻ നോക്കരുത്. ഓക്കെ, ഇപ്പോഴും ഇല്ലാത്ത സ്ഥലം അവർക്ക് കൊടുക്കരുത്. വേഗത കുറച്ച് വേണമെങ്കിൽ കൊടുത്തു, ഇറങ്ങി കൊടുക്കരുത് പുറത്തേക്ക്. അവനെ തട്ടാത്തൊരു ഡിസ്റ്റൻസ് മാത്രം എടുത്ത് വെക്കുക. തട്ടില്ല എന്ന് ഉറപ്പ് തോന്നിയാൽ നേരെയാക്കി വെക്കുക, വേഗത കുറയ്ക്കുക. സമാധാനമായിട്ട് വന്നാൽ മതി മാം. ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാം ഓടി മാറാൻ ശ്രമിക്കുന്ന പോലെ. കറക്റ്റ് അല്ലേ? അങ്ങനെ ചെയ്യുമ്പോഴാണ് അപകടം പറ്റുന്നത്. കാരണം നമുക്ക് അത്ര ടൈമിംഗ് ഒന്നും ഇല്ല. തിരിക്കുകയും നിവർത്തുകയും വേഗത കുറയ്ക്കുകയും എല്ലാം കൂടെ മാമിന് ചെയ്യാൻ പറ്റില്ല. മാമിന് ഓരോന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം വേഗത കുറച്ചേക്കണം, എന്നിട്ടേ വണ്ടിയെ മാറ്റാൻ ശ്രമിക്കാവുള്ളൂ. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്താവാം. മാം തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം ഇടും, അപ്പുറത്തെ കയ്യിൽ. എന്നിട്ട് ആ സ്ഥലത്തേക്കൊന്ന് പതുക്കെ കൊണ്ടുപോവാം വണ്ടിയെ. അവിടെ സൈഡ് ചേരുമ്പോൾ ഒന്ന് നിർത്തണം. അവിടെ മാമിന് എടുക്കാൻ പറ്റുന്നത്ര സൈഡിലേക്ക് വന്നിട്ട് ഒന്ന് നിർത്തണം. നിർത്തി. ഓക്കെ, ഇപ്പൊ വണ്ടി ചരിഞ്ഞാണ് കിടക്കുന്നത്, മാമിന് തന്നെ അറിയാം. ബാക്ക് നോക്കരുത്, ഫ്രണ്ട് നോക്ക്. കണ്ട ചരിഞ്ഞാ കിടക്കുന്നത്. ഇതൊന്ന് നേരെയാക്കാൻ എന്തുമാത്രം തിരിക്കേണ്ടി വരും? അതല്ല, ഇവിടെ നോക്കിയാൽ മാമിന് അറിയാലോ. ഒരുപാട് തിരിക്കണോ അതോ കുറച്ച് തിരിച്ചാൽ മതിയാ? കുറച്ച്. അപ്പൊ കുറച്ചും തിരിച്ചേ റൈറ്റിലേക്ക്. സ്റ്റിയറിംഗ് മാത്രം തിരിച്ചിട്ടുണ്ട്, കണ്ട? എന്നിട്ട് പതുക്കെ ഒന്ന് മൂവ് ചെയ്തേ. നേരെയായി വരുന്നുണ്ടോ നോക്കിയേ. വരുന്നില്ലെങ്കിൽ മാത്രമേ ഇനി തിരിക്കാവുള്ളൂ. ഏതോ ഇനിയും തിരിക്കണം. അന്ന് നേരെ ആവുമ്പോ നിർത്തിക്കുക. ഫ്രണ്ട് നേരെ ആവുമ്പോ ബാക്ക് നോക്കണ്ട, ഫ്രണ്ട്. നേരെയായ ഉറപ്പാണോ? നേരെയാക്ക്, ഫ്രണ്ട് നേരെയാക്ക്. എത്തിയൊന്നും നോക്കണ്ട, ഇത് നോക്ക് മാം. ഈ ഒരു ഏരിയ മാം നോക്ക്. ഇങ്ങോട്ട് ചരിവിലല്ലേ നിൽക്കുന്നത് വണ്ടി, നേരെ നോക്കിയാൽ മതി. ഇത് നേരെ ആവണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നിൽക്കേണ്ടത്. ഇപ്പം നമ്മുടെ വണ്ടി ഇങ്ങോട്ട് പൊസിഷൻ ചെയ്താൽ നിൽക്കുന്നത്. ഓക്കെ, ഇത് നേരെ ആയിരിക്കണമെങ്കിൽ വണ്ടി ഇങ്ങനെ ആയിരിക്കണം നിൽക്കേണ്ടത്. ഒരു ജസ്റ്റ് ഇവിടെ മുന്നോട്ട് പോയി നോക്കിയേ, നിർത്തിക്കേ. ഇപ്പം നേരെയല്ലേ? ഈ മിററിൽ കൂടെ നോക്ക്, നേരെയാണോ? എന്താ തോന്നുന്നത്? അതെന്താ വെച്ചാൽ അങ്ങേ അറ്റം വരെ നോക്കിയിട്ട് അവിടെ ഒരു വളവാത്. ആ ഏരിയ വളഞ്ഞാ നിൽക്കുന്ന റോഡ്. അതുകൊണ്ടാണ് മാമൻ ആ വിഷ്വല് കിട്ടുന്നത്. കുറച്ചും പുറകിലത്തെ കാഴ്ച ഒന്ന് എടുത്തു നോക്കി. ആ സൈഡ് റോഡിന്റെ എഡ്ജുമായിട്ട് നോക്കിക്കേ, വണ്ടി നേരെയാണോ അല്ലേ? മാം ബാക്കിൽ അറ്റം വരെ നോക്കിയത് കൊണ്ടാണ് റോഡ് കാണാൻ പറ്റുന്നത്. അവിടെ പുറകില് വളവാണ് റോഡിന്. മാം ഇപ്പം നിർത്തിയിരിക്കുന്നിടത്തുനിന്ന് ഒരു 20 മീറ്ററോ 50 മീറ്ററോ പുറകോട്ട് നോക്കിക്കേ. ആ റോഡിന്റെ സൈഡും നമ്മുടെ വണ്ടി ഒരേപോലെയാണോ? അപ്പൊ നേരെയല്ലേ വണ്ടി? സംശയം ഉണ്ടോ? വേണേ ഇറങ്ങി നോക്കാം. വേണേ ഇറങ്ങി നോക്കാം. ഒന്നും ന്യൂട്രല്ല. ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓണാക്ക്. ഹാൻഡ് ബ്രേക്ക് ഒന്ന് കാറിട്. ആ സീറ്റ് ബെൽറ്റ് ഒന്ന് വരും. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അവിടെ നോക്കിയിട്ടേ തുറക്കാവുള്ളേ, കേട്ടാ? നേരെയാണ് അത് ചെറിയാണ് ഉറപ്പല്ല. ആ വിഷയം എടുത്തുകൊണ്ടാണ് അങ്ങനെ വണ്ടി നേരെ എല്ലാം തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ അവിടെ വളവാണ്, ഫുൾ റോഡ് കാണാൻ പറ്റിയത് കൊണ്ടാണ്. ഇത് നേരെയല്ല ഈ സൈഡ്. നമുക്ക് ബാക്ക് കാണത്തില്ല. കുറച്ച് ദൂരം ബാക്കിലേക്ക് നോക്കിയാൽ മതി. അപ്പം മാമിന് ഈ സൈഡുമായിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി മാം. തെറ്റായിട്ടാണെങ്കിൽ ഇത് കണ്ട ഈ ഭാഗമില്ലേ, ഒന്നെങ്കിൽ ഇങ്ങോട്ടായിരിക്കും മാറി നിൽക്കുന്നത്, തൊട്ട് സൈഡുമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും ചരിഞ്ഞിരിക്കുന്നത്. എപ്പോൾ ഇങ്ങനെ പാരലൽ ആവുന്നതൊക്കെ നോക്കിയാൽ മതി. എനിക്കറിയാം. എടുത്തോണ്ടാണ് ഇറങ്ങിയല്ലോ അല്ലേ? കീ മിസ്സിംഗ് എന്നാ കാണിക്കുന്നത്. അവിടെ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ആ കീ എന്നാ സ്വിച്ചിന്റെ അവിടെ വെറുതെ ഒന്ന് കാണിച്ചാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വരെ ഒന്ന് കൊണ്ടുവന്നേ.
സ്റ്റാർട്ടാണ് വണ്ടി. സ്റ്റാർട്ടാ, പക്ഷെ കീ മിസ്സിംഗ് എന്നാ വണ്ടി കാണിക്കുന്നത്. ഒരു സെക്കൻഡ് മാം, ഈ സ്വിച്ച് ഇല്ലേ, ഇത് വെറുതെ എന്നാ സ്വിച്ചിൽ ഇങ്ങനെ വെച്ചാൽ മതി, പ്രസ് ചെയ്യണ്ട. വെറുതെ എന്നാ അതിലൊന്ന് വെച്ചേ. ഡ്രൈവിലേക്ക് ഇടുക. ബാറ്ററി ഇല്ലാത്തോണ്ടാ അതില്. ബ്രേക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കാല് മാറിപ്പോയാൽ നോക്കിയത്. ഇനി എന്ത് ചെയ്യണം? എടുത്തു. ഇനി എനിക്ക് പോകണമെങ്കിൽ ഞാൻ ഏത് ഇൻഡിക്കേറ്റർ ഇടണം? ഇനി ഞാൻ എന്ത് ചെയ്യണം? ബാക്ക് ഓക്കെ ആണോ നോക്കണം. 2 തവണ വിരല് പോവാ. അപ്പൊ അതൊക്കെ മുന്നോട്ട് പോട്ടെ. ഫ്രണ്ട് നോക്ക്, ഇനി നേരെ ആക്കി എടുക്ക. അതന്നെ. ഇപ്പൊ കൈ മൂവ് ചെയ്ത പോലെ വേണം തിരിക്കുമ്പോഴും കൈ മൂവ് ചെയ്യാൻ. ഞാൻ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പിടിച്ചാ കൊണ്ടുവരുന്നത്. നേരെ ആക്കി. ഓക്കെ. ഞാൻ ഈ റോഡൊന്ന് കണ്ട, ഞാൻ ഈ റോഡിലേക്ക് ഒന്ന് റിവേഴ്സ് എടുക്കാനായിട്ട് നോക്കുക. അപ്പൊ ഞാൻ എവിടം വരെ പോകേണ്ടി വരും? എനിക്ക് ഈ വഴി തെറ്റിപ്പോ എനിക്ക് തിരിച്ചാ പോകണ്ടെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ റോഡിലേക്ക് ഞാൻ റിവേഴ്സ് കയറണം, എന്നാലേ എനിക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യണം? റൈറ്റിലോട്ട് എടുത്തിട്ട് റിവേഴ്സ്. ഒരു പബ്ലിക് റോഡിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല. പകരം എന്ത് ചെയ്യാൻ പറ്റും? ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് റിവേഴ്സ് എടുക്കാം. ഓക്കെ, അതൊരു ഓപ്ഷൻ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോയിട്ട് എനിക്ക് പുറകോട്ട് വരാൻ പറ്റുമോ? മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുക്കും. എന്നാ മുന്നോട്ട് പോട്ടെ. എവിടം വരെ പോണം? അപ്പൊ ആ സൈഡ് ചേർന്ന് പോകും. അകലരുത് അവിടുന്ന്. ഈ സൈഡ് കീപ്പ് ചെയ്ത് ഇങ്ങനെ തന്നെ പോണം. ഈ വഴിയുടെ തുടക്കം കണ്ടത് ഇത് മാമിന് മിററിൽ കാണാൻ പറ്റണം. അതുവരെ ഒന്ന് മുന്നോട്ട് പോകും. എന്നിട്ട് അതിനെ ജഡ്ജ് ചെയ്ത് വേണം നമുക്ക് അകത്തേക്ക് വരാൻ. കാണാവാ? കാണാൻ പറ്റുന്നവരെ നോക്ക്. ഇപ്പൊ കാണാവാ? ബ്രേക്ക് കണ്ടൂടാ? ഉറപ്പല്ലേ? റിവേഴ്സിൽ ഓക്കെ. ക്യാമറയിൽ വന്നാണ്ട എന്ത് ചെയ്യണം മാം തന്നെ പറ. ലെഫ്റ്റ് ഇപ്പൊ തിരിക്കണോ അതോ ബാക്കിലേക്ക് പോണോ? ബാക്കിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചാൽ മതി. ഉറപ്പാണോ? എന്നാ ഇൻഡിക്കേറ്റർ ഒന്നുകൂടെ. മതി മതി മതി, ഓഫ് ആയിക്കോളും. ഇൻഡിക്കേറ്റർ അത് റൈറ്റ്, അത് ലെഫ്റ്റ്. അതൊക്കെ ബാക്കിലേക്ക് വായു. നിർത്തി നിർത്തി വാ, സ്പീഡിൽ ഓടരുത്. എപ്പം തിരിക്കണം മാം? നിർത്ത് നിർത്ത് പറ. മതിൽ കവറാകുമ്പോൾ ഒരിക്കലും അല്ല. മതിൽ കവറാകുമ്പോൾ തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നേരെ ആയിരിക്കണം. ഇപ്പം വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് മാം നോക്കിക്കാം. മാമിന് ഇത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടാൽ അറിയാൻ പറ്റുമോ? വണ്ടി ലെഫ്റ്റിലോട്ടാ പോകുന്നത്. വണ്ടിയുടെ പൊസിഷനാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. മാം നോക്കിയാൽ ഈ പോകുന്ന പോക്ക് പുറകോട്ട് പോയാ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് മതിലല്ല, റോഡിന്റെ നടുക്കോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങോട്ടേക്ക്, ആ കുരിശടിയുടെ സ്ഥലത്തേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ റോഡിലേക്ക് കയറാൻ പറ്റുമോ മാമിന്? ഇല്ല, പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കണം? അത് ലെഫ്റ്റിലോട്ടാക്കി കൊടുക്കണം. അപ്പൊ ലെഫ്റ്റിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്തേ മാം ഒന്ന്. ഓക്കെ, ഇനി ഒന്ന് പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കിയേ. ഈ ഭാഗം ഇങ്ങോട്ട് ചരിയുന്ന മാമിനെ കാണാൻ പറ്റും. പതുക്കെ ഒന്ന് മൂവ് ചെയ്തേ. നിർത്ത്. ചരിഞ്ഞിട്ടുണ്ടോ? ചെറുതായിട്ടേ അനങ്ങിയുള്ളൂ. പക്ഷെ പിന്നെ എന്തേ സ്പേസ് കിടക്കുന്നുണ്ടാ ഇവിടെ. അതിനർത്ഥം എന്തോ ഇനി അവിടെ സ്ഥലമുണ്ട് മാം, വൈഡായിട്ട് നിൽക്കുന്നെന്നാ. നീങ്ങരുത്. ഒരു ബെൻഡും കൂടെ കൊടുത്തേ ഇങ്ങോട്ട്. ഇനി ഒന്ന് നീങ്ങി നോക്കിക്കേ. ഇത് കണ്ടാ അങ്ങോട്ട് ചരിയുന്ന കണ്ടാ? കിട്ടുന്നുണ്ടോ? ഒരു ബെൻഡും കൂടെ കൊടുത്തേ. മതി. ഇനി ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ഈ സൈഡിലേക്ക് വരുന്ന മാമിനെ കാണാൻ പറ്റും. വരട്ടെ. നിർത്ത്. കണ്ടാ പാരലായി ഇവിടെ. ഓക്കെയാണ്. ഒരിക്കലും ഈ പർപ്പിൾ കളറിലെ ലൈൻ കണ്ട മാം, ഈ ബോർഡർ, റോഡിന്റെ ബോർഡർ കാണാമല്ലോ മാമിന് ഇങ്ങനെ, അതിന് പുറത്തേക്ക് പോകാൻ സമ്മതിക്കരുത്. ഓക്കെ, അവിടം വരെ മാമിനെ കൊണ്ടുവരാം. അതൊക്കെ ഒന്ന് മൂവ് ചെയ്തേ. തിരിക്കൊന്നും വേണ്ട, ഒന്ന് മൂവ് ചെയ്താൽ മതി. നിയർ ആവുന്ന കണ്ടാ? ഒന്നുകൂടെ പതുക്കെ ഒന്ന് മൂവ് ചെയ്തേ. ബ്രേക്ക് ചെയ്യും.
ഇനി വന്നാൽ എന്ത് പറ്റും? ഇനി വന്നാൽ മതിലെത്തിട്ട് മതിലല്ല, ഈ ബോർഡറിന് പുറത്തേക്ക് പോകും. അതിനർത്ഥം ഇടിക്കുമെന്ന് തന്നെ. അപ്പൊ ഇനി വരാതിരിക്കണം എന്ത് ചെയ്യണം? ഇനിയും വരാതിരിക്കണമെങ്കിൽ റൈറ്റ്. അപ്പൊ തിരിച്ച് മാം ഓപ്പോസിറ്റ് തിരിച്ച് ആ തിരിച്ചത്രയും നേരെ ആക്കണം. കറങ്ങി വരട്ടെ. കണ്ട, ഇനി മാം ഒന്ന് പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നു അതുപോലെ ബാക്കിലേക്ക് വരും. പതുക്കെ ഒന്ന് മൂവ് ചെയ്തേ. കണ്ട, വീണ്ടും നിർത്ത്. വീണ്ടും ഇവിടെ വൈഡ് ആവുന്ന കണ്ട. അപ്പൊ മാത്രമേ മാമിന് ഇനി തിരിക്കാൻ പറ്റുള്ളൂ ഇങ്ങോട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ മൂവ് ചെയ്യും. ഒരു സ്പേസ് അവിടെ കിട്ടും. നിർത്ത്. കണ്ട, ഒരു സ്പേസ് വീണ കണ്ട. അപ്പൊ തിരിച്ചു. എങ്ങോട്ട്? തിരി. ഇനി ഒന്ന് മൂവ് ചെയ്ത് നോക്ക്, അടുക്കുന്നുണ്ടോന്ന്, അതോ സ്പേസ് ഉണ്ടോന്ന് നോക്ക്. നിർത്ത്. വീണ്ടും സ്പേസ് ഇല്ലേ? ബാക്കിയും കൂടെ തിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്ക്. കണ്ട, വന്നിപ്പോ നിയർ ആകും. അവിടെ വരട്ടെ. നിയർ ആവുമ്പോ വീണ്ടും നിർത്തണം മാം. ആയി വരുന്നതേ ഉള്ളൂ. ഒരു പൊടിക്കൂടെ വരും. ബ്രേക്ക്. കണ്ട, ഇപ്പൊ വണ്ടി ആ റോഡിൽ കറക്റ്റ് ഈ സൈഡിൽ നേരെയായി. ഇത് നോക്ക്, ഫുൾ ആ വിഷൻ കിട്ടുന്നില്ലേ? ഇപ്പൊ എന്ത് ചെയ്യണം? ഇനി ആ വീല് നേരെയാക്കണം. നേരെയാക്കാൻ കൺഫ്യൂഷൻ തോന്നിയാ 1 2 റൗണ്ട്. ഇപ്പൊ വീല് സ്ട്രൈറ്റ് ആയി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്ക്, നേരെ തന്നെയാണോ ഓടുന്നതെന്ന് അറിയാം. കണ്ട, ഇനി എത്ര വേണേലും മാമിന് ആ റോഡിലേക്ക് എൻ്റർ ചെയ്യാം. പോട്ടെ. കിട്ടുന്നുണ്ടാ? ഇനി നീങ്ങുന്നോറും ചിലപ്പോ ഇവിടെ വൈഡ് ആകും, അല്ലെങ്കിൽ നിയർ ആകും. അതിനനുസരിച്ച് മാം റിയാക്ട് ചെയ്തോണം. ഓക്കെ, അതൊക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്ക്. മൂവ് ചെയ്ത് നോക്ക്. റോഡിന്റെ ബെൻഡിനനുസരിച്ച് വണ്ടി വൈഡ് ആകുകയോ നിയർ ആകുകയോ ഒക്കെ ചെയ്യും. നിർത്തിക്കൊടുന്നു. ബാക്കിൽ വണ്ടി വരുമ്പോൾ മൂവ് ചെയ്യരുത്. ഇനി വീണ്ടും നീങ്ങും. എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ വണ്ടി അകന്ന് പോവുകയാണോ അതോ അടുത്ത് വരികയാണോ? വണ്ടി അടുത്ത് വരുമോ? ഉറപ്പാണോ? ചരിഞ്ഞൊന്നും നോക്കണ്ട, നേരെ നിന്നോ. എന്നിട്ട് നീങ്ങി നോക്കിക്കോ. എന്നാ ഒന്ന് നീങ്ങി നോക്കിക്കോ. അപ്പം മാമിന് അത് മനസ്സിലാവും അടുത്താണോ അകന്നാണോ. പോരുതേ, പോരുതേ. ഞാൻ എവിടെ പോയി റിവേഴ്സ് ഗിയർ ഇട്ടാലും അങ്ങനെയാകാം. ക്യൂ പോലെ ആളുകൾ വരും. പോരുതേ, അതിന് പോ. നീങ്ങട്ടെ. വൈഡ് ആവുകയാണോ അടുത്താണോ വരുന്നത്? അടുത്താ വരുന്നത്. ആണോ? അല്ലേ, റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. റോഡ് മാം റോഡിലേക്ക് അടുക്കുന്നാ പറഞ്ഞ. അപ്പൊ നിർത്ത് പോയത്. നമുക്ക് റോഡേ കയറി റിവേഴ്സ് ഓടാൻ പറ്റുവാ? ഇല്ല, സൈഡിൽ കൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന തെറ്റല്ലേ? അപ്പൊ എങ്ങോട്ട് മാറേണ്ടി വരും? അപ്പൊ ലെഫ്റ്റിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യും. മതി. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മൂവ് ചെയ്യും. നിയർ ആവുന്നുണ്ടോ നോക്ക്. വീണ്ടും വീണ്ടും തിരിച്ചുകൊണ്ടിരിക്കരുത്. പതുക്കെ ഒന്ന് മൂവ് ചെയ്യും. വീണ്ടും നിയർ ആവുമ്പോൾ നിർത്തിയിട്ട് വീല് നേരെ ആക്കേണ്ടി വരും. വരട്ടെ, വരട്ടെ. കണ്ട, ആയി. അപ്പൊ നിർത്ത്. എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നേരെ ആക്ക്. ഓക്കെ, മതി മതി മതി. ഇനി മൂവ് ചെയ്യുമ്പോൾ മാം നോക്കിയോ, ഇനി ഈ ബോർഡറിലേക്ക് വണ്ടി പോവുള്ളൂ. അപ്പൊ വീണ്ടും അതിനെ അകത്തേണ്ടി വരും. അതായത് മാമിന് കോൺസെൻട്രേറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗും പിടിച്ചുകൊണ്ട് പുറകിലേക്ക് ഒരിക്കലും ഓടാൻ പറ്റില്ല. അകത്തുകയും അകലുകയോ അടുക്കുകയോ എല്ലാം മാം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. മാമിന് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ പറ്റില്ല. മൂവ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ബെൻഡ് ചെയ്യണമെങ്കിൽ ബെൻഡ് ചെയ്യുക, പിന്നെ മൂവ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ലെവൽ ചെയ്യണമെങ്കിൽ ലെവൽ ചെയ്യുക. അങ്ങനെ മാത്രമേ മാമിന് പുറകിലേക്ക് കണ്ടിന്യൂസ് ഓടാൻ പറ്റുള്ളൂ. ഓക്കെയാണ്. റിവേഴ്സ് എടുക്കുമ്പോൾ ഒരിക്കലും ഓടി മാറാൻ പറ്റില്ല. നിന്ന് ലെവൽ ചെയ്ത് അല്ലെങ്കിൽ ചരിഞ്ഞ് നേരെയാക്കി അങ്ങനെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. വീണ്ടും ബാക്കിലേക്ക് പോകും. എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്ക്. കണ്ട, നമുക്കൊരു എയിം വേണം എപ്പോഴും. ഇതിന്റെ നിപ്പ് കാണുമ്പോൾ അറിയാൻ പറ്റണം ഇത് എങ്ങോട്ടാ ഓടി കയറാൻ പോകുന്നതെന്ന്. പോട്ടെ. ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം? ബാക്കിലേക്ക് പോവാൻ. ബാക്കിലേക്ക് അങ്ങനെ പോട്ടെ, നീങ്ങട്ടെ. മാമിന് ആ തെറ്റെന്ന് തോന്നുമ്പോൾ നിർത്തിയാൽ മതി. ചെയ്തു. എന്നിട്ട് പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്ക്. ആ തിരിച്ചതിന്റെ വിഡ്ത്ത് കിട്ടുമോ നോക്ക്.
തിരിച്ചോണ്ടിരിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട്. ഒന്ന് മൂവ് ചെയ്യുമ്പോൾ മാമിന് അറിയാൻ പറ്റും വ്യത്യാസം. ഇപ്പൊ കിട്ടി. ആ, അപ്പൊ നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ഇത് straight ആക്കി. ലെവലി മതി. എന്നിട്ട് വീണ്ടും ഒന്നും പതുക്കെ ഒന്നും മൂവ് ചെയ്യാൻ അയാൾ പോയി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കും. കിട്ടിയാ? എന്നിട്ട് എന്ത് ചെയ്യണം? വ്യത്യാസം വന്നാൽ മാത്രം വരുത്താവുള്ളൂ, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോണം. അപ്പൊ അടുത്ത് വന്നു. അപ്പൊ എന്ത് ചെയ്യണം? Right ആയോ? എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനി റൈറ്റ് എടുക്കണം. റൈറ്റ് എടുക്കേണ്ടി വരുവാ. അടുത്ത് വന്നെന്ന് പറയാൻ കാര്യം എന്താ അറിയാം, നേരത്തെ സ്ഥലത്തിന് ഒരുപാട് വീതി ഉണ്ടായിരുന്നു. ഇപ്പൊ ദാ വീതി കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഈ ബോർഡറിൽ വണ്ടി വന്നിട്ടില്ല. ദേ ഇവിടെ ഒരു സ്പേസ് ഓൾറെഡി ഉണ്ട്. വേണമെങ്കിൽ മാമിനെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നിയർ ആക്കാൻ വേണമെങ്കിൽ എന്ത് വേണം? നിയർ ആക്കണമെങ്കിൽ അപ്പൊ ലെഫ്റ്റിൽ നിയർ ആക്കി കൊടുക്കും, മതി. അപ്പൊ വേറൊരാൾക്ക് ശല്യമില്ലാതെ മാക്സിമം സൈഡിൽ കൂടി ആയിരിക്കും നമ്മൾ പോകുന്നത്. എപ്പോഴും ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സൈഡ് കീപ്പ് ചെയ്ത് തന്നെ പുറകോട്ട് പോകണമെന്ന്. എങ്ങോട്ട് എൻ്റർ ചെയ്യുന്നോ ആ സൈഡ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നോണം. പോട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും റിവേഴ്സ് വെക്കേണ്ടി വരില്ല. ഞാൻ മാമിനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഒരിക്കലും ഒരുപാട് ദൂരം റിവേഴ്സിലേക്ക് ഓടേണ്ടി വരരുത്. നോക്കി ഇനി എന്ത് ചെയ്യേണ്ടി വരും? ആണ് ഇനി ഇങ്ങനെ തന്നെ വന്നാൽ എന്തായിരിക്കും പറ്റാൻ പോകുന്നത്? അപ്പൊ എന്ത് ചെയ്യണം? സ്ട്രൈറ്റ് ആക്കണോ റൈറ്റിലോട്ട് എടുക്കണോ? അല്ല, സ്ട്രൈറ്റ് ആക്കി. സ്ട്രൈറ്റ് ആക്കിയാൽ മാമിന് ഈ ഒരു ഗ്യാപ്പും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇത്രയും ദൂരം കൂടെ ഒന്ന് ബാക്കോട്ട് പോയിക്കേ. കണ്ട, അപ്പോഴേ സ്ഥലം കുറയുള്ളൂ. ഇത് കണ്ട, കുറഞ്ഞു. ഇനി റൈറ്റ് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ മാം 2 പ്രാവശ്യം റൈറ്റും ലെഫ്റ്റും തിരിക്കേണ്ടി വന്നേനെ. ഇനി ഒന്ന് റൈറ്റ് മാറ്റി, എന്നിട്ടൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കും പുറകിലേക്ക്. വീണ്ടും വേണ്ട, വൈഡായി. അപ്പൊ തന്നെ നേരെയാക്കിയത് മതി. വീണ്ടും മൂവ് ചെയ്ത് നോക്ക്. കിട്ടിയ ഉറപ്പാണ്. ഡ്രൈവ് ന്യൂട്രലാക്കിയിട്ട് ഒറ്റയടിക്ക് അങ്ങനെ ടപ്പൊന്നും അത് ഇടിച്ച് കയറ്റരുത്. ജസ്റ്റ് ഒന്ന് ന്യൂട്രലാക്കിയിട്ട് ഡ്രൈവ് ഇടാവുള്ളൂ കേട്ടോ. അല്ല അതിന്റെ സെലക്ടറിനൊക്കെ ഇതുണ്ടാവും. പോവാം, പോട്ടെ. ലെഫ്റ്റിലേക്ക് എനിക്ക് പോകേണ്ടത്. ഞാൻ പറയുന്നത് ചെയ്യണം. ഞാൻ ഒരിക്കലും ഇപ്പൊ ചെയ്യുന്ന പോലെ വൈഡ് ആക്കരുത്. ലെഫ്റ്റിലേക്കാണ് എനിക്ക് തിരിയേണ്ടതെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടും. എന്നിട്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ മുന്നിലേക്ക് ചെല്ലണം. ഇൻഡിക്കേറ്റർ ഓക്കെ. ആ റോഡിന്റെ സ്റ്റാർട്ടിങ് സൈഡ് മാമിന് കാണാം ഇവിടുന്ന്, ഉറപ്പല്ലേ? അപ്പൊ വണ്ടി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് തന്നെ അങ്ങോട്ട് ചെല്ല്. പോട്ടെ, ലെഫ്റ്റ് കീപ്പ് ചെയ്തോണ്ടിരിക്കും. പതുക്കെ മൂവ് ചെയ്യട്ടെ. കിട്ടിയാ? ആ വിഷ്വല് മാമിന്റെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ വണ്ടി അകത്തുകയോ അടുപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ ഇതേ സൈഡ് കീപ്പ് ചെയ്ത് ഇങ്ങനെ തന്നെ ചെല്ല്. പതുക്കെ പതുക്കെ ഇങ്ങനെ പോട്ടെ. മറഞ്ഞില്ലേ ആ വിഷ്വല്? ഇനി തൊട്ട് എന്ത് ചെയ്യണത്? എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്? ലെഫ്റ്റിലേക്ക്. വണ്ടിക്ക് ലെഫ്റ്റിലേക്ക് ഒരു ബെൻഡ് കൊടുക്കുക കൃത്യമായിട്ട്, മതി. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ മുന്നിലേക്ക് ചെല്ല്. അപ്പൊ മാമിന് അവിടുത്തെ വിഷ്വല് കിട്ടും. മൂവ് ചെയ്യുമ്പോൾ ഇതിന് ബെൻഡ് കൊടുക്കണം ചെറുതായിട്ട്. അങ്ങനെ തിരുകൂടെ മുന്നിൽ ചെല്ല്. അപ്പൊ പ്രോപ്പറായിട്ട് ആ റോഡ് കാണാൻ പറ്റും. നിക്കട്ടെ കാണാം. നമ്മൾ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റ് മറിയുമ്പോഴാണ് നമ്മൾ ബെൻഡ് ചെയ്യേണ്ടത്. അതെ, ആ റോഡ് ജോയിന്റ് ആവുമ്പോ ഇപ്പൊ കാണാമല്ലോ അവിടെ. ഇനി കാണാൻ പറ്റാത്തത് ഈ സൈഡാ. ഒരിക്കലും ഈ സൈഡ് എത്തി നോക്കാനല്ല പോകേണ്ടത്, നമ്മുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്യിക്കാനാണ് നോക്കേണ്ടത് വണ്ടിയെ. ഇങ്ങനെ തന്നെ ഓടണോ അതോ ലെഫ്റ്റ് ഇനിയും വരാനുണ്ടോ? അപ്പൊ ഇത്തിരി ലെഫ്റ്റിലേക്ക് ഒരു തിരിവ് കൊടുക്ക്. ആനൊക്കെയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു പോവാ. കണ്ട, എത്തി നോക്കരുത്, നമ്മുടെ സൈഡ് പിടിക്കാനേ നോക്കാവുള്ളൂ. ഓടിയല്ല നമ്മളെ മാറുന്നത്, പതുക്കെ പതുക്കെയാ ചെല്ലുന്നത്. ഇനി തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ലെവൽ വരട്ടെ. വണ്ടി ഉരുണ്ട് ലെവൽ വരുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ സൈഡിൽ ലെവലാകുമ്പോ നേരെയാക്കാം. കിട്ടിയാ? ഉറപ്പാണ്. പോ. ഞാനും പുറത്തോട്ട് പോകത്തില്ല.